ഹലോ ഗായ്സ്, അങ്ങനെ ഇപ്രാവശ്യത്തെ ആദ്യത്തെ ഇഫ്താർ ബുഫൊക്കെ വന്ന് ഞാൻ അങ്ങനെ റെഡി ആയിട്ട് വന്നു. ഇന്ന് ഓഫീസിൻ്റെ വയ്ക്കാൻ ഇഫ്താർ ബുഫ് എൻ്റെ വീഡിയോയിൽ വരുന്ന ഒരുപാട് ആഗ്രഹമില്ല ഇവനാന്നില്ല. അങ്ങനെ മുതലാളി വന്നിട്ട് മുതലാളിൻ്റെ ഒരു ചെങ്ങായി വന്നു. അങ്ങനെ രണ്ട് വണ്ടിയിലായിട്ട് നമ്മൾ ഇവിടുന്ന് പോയി. ഒരു വണ്ടി അവിടെ നിന്നും വന്നു. അങ്ങനെ കാറിൽ കയറി നമ്മൾ നേരെ എന്താക്കുക, നമ്മൾ ഇഫ്താർ ബുഫേൻ്റെ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകണം. അവിടെ നമ്മൾ എത്തി നോക്കുമ്പോൾ ഓരോ ഹാളുകളിലാണ് ഇതിൻ്റെ പരിപാടി. നമ്മൾ അങ്ങനെ ഒരു ഹാളിലേക്ക് ഇങ്ങനെ കയറിപ്പോയി. ഹാളിലേക്ക് കയറി എത്തിയപ്പോൾ മനസ്സിലായി നമുക്കൊരു 10-16 ആക്കാൻ ഇരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് അവരുണ്ടാക്കി തന്നു. അവിടെ ഇരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതിൽ ഞാൻ മാത്രമേ ഉള്ളൂ മലയാളിയായിട്ട്. അങ്ങനെ നേരെ ഇരുന്ന് അടുത്തെന്ന് വെച്ചാൽ നോമ്പൂരിയിലൊക്കെ നമുക്ക് കിടക്കേണ്ടത്. അതിന് മുമ്പ് നോമ്പൂരിക്കാനുള്ള ഒരു ചെറിയ സെറ്റപ്പ് ആണ് എന്താക്കി തന്നെ 2-3 വെള്ളങ്ങളും കുറച്ച് കടികളും. അങ്ങനെ നോമ്പൂരിക്കാൻ നമ്മൾ സ്റ്റാർട്ടായി. നോമ്പൂരി സ്റ്റാർട്ടായതല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല വീഡിയോയിൽ വരാൻ ഭയങ്കര ആഗ്രഹമില്ല. അതുകൊണ്ടാണ് ഓൻ എൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കുന്നത്. അങ്ങനെ ഓനോട് എന്ത് പറഞ്ഞാലും ഓൻ ആടെ എടുത്ത് തരും. മലയാളിൻ്റെ മെയിൻ ആളാണ്. അങ്ങനെ എന്താണ് അപ്പുറം ഓരോ പക്കോടി മതി ഇതെല്ലാം എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി നമ്മൾ എന്താക്കുന്നത് ബൊഫയാണ്, ഇഫ്താർ ബൊഫയിൽ നേരെ പ്ലേറ്റോട് നമ്മൾ പോയി എന്താണ് ചിക്കന് നമുക്ക് വേണ്ടത് മെയിനായിട്ടുള്ള സാധനം എന്താണ് ചിക്കനാണ്. അങ്ങനെ ചിക്കൻ ചിക്കനുള്ള വേണ്ടത്തോളം ചിക്കൻ നമ്മൾ എടുത്തിട്ട് ആദ്യം എടുത്ത് ചിക്കനും കുറച്ച് ചോറുമായിട്ട് നമ്മൾ എടുത്തിട്ട് നേരെ വന്നു. അതിന് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നിസ്കരിക്കാൻ പോകുന്ന പരിപാടിക്ക് നേരെ നിസ്കരിച്ച് വന്ന് നമുക്ക് രണ്ടാമത്തെ റൗണ്ടാണ് എടുത്തത്. രണ്ടാമത്തെ റൗണ്ടിൽ ചോറിന് പകരം നമ്മൾ എന്താക്കി റൈസിന് പകരം നമ്മൾ റൊട്ടി എടുത്ത്. അങ്ങനെ റൊട്ടി എടുത്തിട്ട് നമ്മൾ തിന്നാൻ തുടങ്ങി. തിന്നാൻ അറിയാലോ, റൊട്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സാധനം. എന്തെങ്കിലും കാട്ടി അങ്ങനെ എന്താക്കി അതും തിന്ന്. അത് കഴിഞ്ഞ് നമുക്ക് ഏകദേശം നമ്മൾ വയറും ഫുള്ളായി, നമ്മൾ മനസ്സും ഏകദേശം ഫുള്ളായി. മാടിയിരുന്ന് കുറച്ച് എല്ലാവരോടും സംസാരിക്കാൻ തുടങ്ങി. എല്ലാവരോടും വർത്താനം പറഞ്ഞു. അങ്ങനെ വർത്താനം പറഞ്ഞ മോലാളി മറല്ല ആരും വർത്താനം പറയണ്ട, എല്ലാവരും വർത്താനം പറയട്ടെ. അപ്പോൾ നമ്മൾ എന്താക്കും ഓരോരാൾ പോകാൻ റെഡി ആയിരുന്നു. ഓക്കെ, ഇന്നത്തേത് കഴിഞ്ഞ്. ഓക്കെ.